ആൽഫ മെയിൽ ആരാണ്? എന്താണ് അവരുടെ പ്രത്യേകത? നിങ്ങൾക്കും ആൽഫ മെയിലാവാൻ സാധിക്കുമോ? നമുക്ക് കണ്ടുപിടിക്കാം. ഹായ്, ഞാൻ ദേവപ്രശാന്ത്, യോ സെലിബ്രിറ്റി കോച്ച്. നമുക്ക് ഇന്ന് ആരാണ് ആൽഫ മെയിൽ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ആൽഫ മെയിൽ എന്നത് തികഞ്ഞ ആത്മവിശ്വാസവും കരുത്തും നിറഞ്ഞ ഒരു നേതാവിനെയാണ് സൂചിപ്പിക്കുന്നത്. അവർ നമുക്ക് പ്രചോദനമാവുകയും അങ്ങേയറ്റം ശ്രദ്ധ നേടുന്നവരുമാണ്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ടത് അവർ മറ്റുള്ളവരെ സഹായിക്കാനും ഉയർത്തിക്കൊണ്ടുവരാനും തയ്യാറാണ് എന്നതാണ്. ആൽഫ മെയിൽ ആയതിന് ഗുണവും ദോഷവും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഗുണങ്ങൾ നോക്കാം. അവർ ജന്മസിദ്ധമായ നേതാക്കളാണ്, ബോൺ ലീഡേഴ്സ്. വ്യക്തിപരമായും തൊഴിൽപരമായ ജീവിതത്തിൽ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ആദരവും അംഗീകാരവും നേടണമെന്ന് വളരെയധികം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണവർ. ദി നീഡ് അറ്റൻഷൻ. അവർ മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളവരാണ്. ദോഷങ്ങൾ: അവരുടെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൽ അവർ നല്ല സമ്മർദ്ദം നേരിടേണ്ടി വന്നേക്കാം. പ്രഷർ ഭയങ്കരമായിരിക്കാം. അവരെ വളരെ അഹങ്കാരമുള്ളവരോ കൺട്രോൾ ചെയ്യുന്നവരോ ആയി തെറ്റിദ്ധരിക്കപ്പെടാം ജനങ്ങൾ. അവരുടെ ആത്മവിശ്വാസം ചിലപ്പോൾ മറ്റുള്ളവരെ ഭയപ്പെടുത്തും. അവരെ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളായി പോലും ചിത്രീകരിക്കപ്പെടാം. സമൂഹം ആൽഫ മെയിലിനെ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് നോക്കാം. ആൽഫ മെയിലിനെ മിക്കവാറും സമൂഹം അഭിനന്ദിക്കുന്നത് ഗോ ഗെറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവരായിട്ടാണ്. ചിലപ്പോൾ സൊസൈറ്റി അവരെ അഗ്രസീവായോ ഡോമിനൻ്റ് ആയോ സ്റ്റീരിയോ ടൈപ്പോ ആയി ചിത്രീകരിച്ചേക്കാം. അടുത്തതായി, സ്ത്രീകൾ ആൽഫ മെയിലിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? പല സ്ത്രീകളും ആൽഫ മെയിലിൻ്റെ ആത്മവിശ്വാസം കാരണം അവരിലേക്ക് തന്നെ ആകർഷിക്കപ്പെടുന്നു. ഒരു യഥാർത്ഥ ആൽഫ മിക്കവാറും കരുത്തും കരുണയും ഒരുമിച്ച് കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ഒരാൾക്ക് ആൽഫ മെയിൽ ആകാൻ കഴിയുമോ? നിങ്ങൾക്കാവണമോ? ഞാൻ അതിൻ്റെ മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാം. പക്ഷേ വളരെയധികം ശ്രമകരമാണ്. അതെങ്ങനെ നമുക്ക് സ്വായത്തമാക്കാം എന്ന് ഘട്ടം ഘട്ടമായി നമുക്ക് പരിശോധിക്കാം. ആദ്യമായി, യു ഹാവ് ടു ബിൽഡ് കോൺഫിഡൻസ്. നിങ്ങളുടെ ശക്തികളെ തിരിച്ചറിയുക, അവയെ മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ചെറിയ ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ച് അവ വിജയകരമായി പൂർത്തിയാക്കുക. പരാജയങ്ങളെ പഠനാവസരങ്ങളായി കാണുക. ടേക്ക് കെയർ ഓഫ് യുവർ ഫിസിക്കൽ ഫിറ്റ്നസ്. സ്ഥിരമായി വ്യായാമങ്ങളിൽ ഏർപ്പെടുക. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സ്റ്റാമിന വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക. നല്ല ഡയറ്റ് പിന്തുടരുക. ഇമോഷണൽ ഇൻ്റലിജൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ വികാരങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ മനസ്സിലാക്കുക. വെല്ലുവിളികളെ നേരിടാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ കരുത്ത് ആർജിക്കുക. കമ്മ്യൂണിക്കേറ്റ് അസർട്ടീവ്ലി. കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മൾ സംസാരിക്കുക. സജീവമായി ശ്രവിക്കുകയും മറ്റുള്ളവരിൽ ആത്മാർത്ഥമായ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുക. അതിക്രമം ഒഴിവാക്കുക. പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് പ്രകടിപ്പിക്കുക. നല്ല ബോഡി ലാംഗ്വേജ് നിലനിർത്തുക എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ നേരിട്ട് നോക്കി സംസാരിക്കുക. നമ്മളെ സമീപിക്കാൻ പറ്റുന്ന ഒരാളായി ഒരാൾക്ക് തോന്നുവാൻ അത് വളരെയധികം ഉപയോഗപ്പെടും. ബി പർപ്പസ് ഡ്രിവൺ. നിങ്ങളുടെ ആഗ്രഹങ്ങളും ജീവിത ലക്ഷ്യങ്ങളും നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അവ നേരിടുവാൻ വേണ്ടി ദൃഢനിശ്ചയത്തോടു കൂടിയും ശ്രദ്ധയോടുകൂടിയും നിങ്ങൾ പ്രവർത്തിക്കണം. ഗ്രൂപ്പ് ലീഡർഷിപ്പ്. നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിൽ നയിക്കുകയും നല്ല ഡിസിഷൻസ് എടുക്കുകയും നല്ല മാതൃകയാവാൻ ശ്രമിക്കുകയും ആത്മവിശ്വാസത്തോടു കൂടിയും ഉത്തരവാദിത്തോടു കൂടിയും തീരുമാനം എടുക്കുകയും ചെയ്യണം. അതിലൂടെ മറ്റുള്ളവരെ നമുക്ക് പ്രചോദിപ്പിക്കാൻ സാധിക്കും. കൾട്ടിവേറ്റ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് അഥവാ വളർച്ചാ മനോഭാവം വളർത്തിയെടുക്കുക. വെല്ലുവിളികളെ അവസരങ്ങളായി കാണുക. പുതിയ കഴിവുകൾ പഠിക്കുക. സ്ഥിരമായി നിങ്ങളെ മെച്ചപ്പെടുത്തുക. നിങ്ങളെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുമായി നിങ്ങൾ സഹവസിക്കുക. കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിൻ പേഴ്സണൽ സ്റ്റൈൽ ആൻഡ് ഗ്രൂമിങ്. നിങ്ങളുടെ വ്യക്തിത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. നിങ്ങളുടെ ശുചിത്വവും സൗന്ദര്യ പരിപാലന ശീലങ്ങളും വളരെയധികം കൃത്യമായി ഫോളോ ചെയ്യുക. ഒരു പോളിഷ് ചെയ്ത രൂപം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും അവർക്ക് നമ്മളിലുള്ള കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ബി കൈൻഡ് ആൻഡ് ഫേം. നമ്മൾ മറ്റുള്ളവരോട് ദയാശീലം നമ്മൾ കാണിക്കുക. അവരുമായി നല്ല രീതിയിൽ സഹവർത്തിക്കുക. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഒരു ആൽഫ മെയിൽ ആവാൻ വേണ്ടി ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പ്ലീസ് ഡ്രോപ്പ് യുവർ കമൻറ്റ്സ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്. താങ്ക് യു സോ മച്ച്.